ചാനൽ ഇന്ന് നമ്മളൊരു കിടിലൻ ചെസ് ടാപ്പ് നോക്കാൻ പോവാണ്. ഇത് കുറച്ച് ഇരട്ടാപ്പ് വീടെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമുക്ക് നേരെ ചെസ് ടാപ്പിലേക്ക് വിടാം. ഓക്കെ, നമ്മള് ബെസ്റ്റ് മൂവായ വൈറ്റ് ബെസ്റ്റ് മൂവായ E4 വെച്ചോളം തുടങ്ങുന്നു. ബ്ലാക്ക് ബെസ്റ്റ് മൂവായ E5 വെച്ചോളം കളി തുടങ്ങുന്നു. ഇവിടെ നമ്മൾ നൈറ്റ് F3 കളിച്ച് ഈ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ അവർ മണ്ടത്തരം ചെയ്യുന്നു, പോണിനെ F6 പുഷ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഈ ട്രാപ്പ് അറിയാത്തത് ചെയ്യുന്ന മണ്ടത്തരാണ്, വേറെ പീസിനെയൊക്കെ അനക്കി ചെയ്യുന്നതുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ ഈ പോണിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്ക് കിടിലൻ ചെസ് ടാപ്പ് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അവരും ചാടി കയറി എടുക്കുന്നു. എന്തിനാണ് ചുമ്മാ ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തേ? വൈറ്റിനോട് ബ്ലാക്കിന് തോന്നുകയാണ്. പക്ഷെ അവിടെയാണ് നമ്മുടെ ഈ ക്യൂവിന് നമ്മൾ H5 കളിച്ച് ഒരു ചെക്ക് കൊടുക്കുന്നത്. ഇവിടെ ഈ പോൺ വെച്ച് കഴിഞ്ഞാൽ ഈ പോൺ G6 കളിച്ച് ഈ ക്യൂവിനെ ഓടിച്ചുവിടാൻ നോക്കി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. കാരണം ഈ E5 പോൺ എടുത്തോണ്ട് ചെക്കുമാണ്, ഡയറക്റ്റ് അറ്റാക്കുമാണ് റൂക്കിന്. കണ്ടോ, റൂക്കിന് അറ്റാക്കാണ് ഇവിടെ, കണ്ടോ? അപ്പത്തേനും അത് എന്തായാലും നല്ല മൂവ് അല്ല. കാരണം ആ പോണ് നീക്കുന്നത് അത് നല്ല മൂവ് അല്ല. അപ്പൊ നമുക്ക് വീണ്ടും നോക്കാം. ഇപ്പൊ ഈ കിങ്ങിന് മൂവ് ചെയ്യാം, അതാണ് ഇവിടുത്തെ ബെസ്റ്റ് മൂവ്. അല്ലെങ്കിൽ വേറെ മൂവ്സ് ഒന്നും ഇല്ല. ഇവിടെ കിങ്ങിനെ മൂവ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഏക മൂവ്. അപ്പത്തേനും നമ്മൾ ക്യൂൺ ചെക്ക്, നമ്മൾ ചെക്ക് കൊടുക്കാണ് ഇവിടെ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ചെക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യൂ വെച്ച് വീണ്ടും ചെക്ക് കൊടുത്ത് അങ്ങനെ പോകാം. പക്ഷെ നമുക്ക് ഇവിടെ ഈ ചെക്കിന് ഇങ്ങോട്ട് മാറുമ്പോ ബിഷപ്പ് C4 ചെക്ക്, നമ്മൾ ക്യൂ വെച്ച് ചെക്ക് കൊടുക്കുന്നതിന് ഇപ്പൊ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുത്തേക്കാണ്. ഇനി എന്തായാലും ഫോഴ്സ്ഫുള്ളി G6 കിങ്ങിനെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഇപ്പൊ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കവറൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കവർ ചെയ്താൽ യാതൊരു കാര്യമില്ല. ഇങ്ങനെ എടുക്കും, ഇനി ക്യൂ വെച്ചെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കവർ ചെയ്താലും വേസ്റ്റ് ഓഫ് മൂവ് ആണ്, ഒരു ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ ഈ ക്യൂനുള്ളതുകൊണ്ട്. അപ്പൊ എന്തായാലും കവർ ചെയ്യുന്നതൊന്നും നല്ല മൂവ്സ് അല്ല. കാരണം എന്തായാലും ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. എന്തായാലും കവർ ചെയ്യുന്ന അത്ര നല്ല മൂവ്സ് അല്ല. അങ്ങനെ തിരിച്ച് G6 കിങ് മൂവ് ചെയ്യുകയാണ്. അപ്പൊ നമുക്കിനി വേറൊന്നും ചെയ്യാനില്ല. നമ്മൾ ക്യൂൻ F5 കളിച്ച് ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കുന്നു. ഇവിടെ വെട്ടാൻ പറ്റത്തില്ല, കാരണം ഇവിടെ കിങ് ഉള്ളത്, ഈ പോൺ ഉള്ളതുകൊണ്ട്. കവർ ചെയ്യാൻ പറ്റുമോ നോക്ക്? ഇല്ല, കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ തിരിച്ച് വീണ്ടും കിങ് മൂവ് ചെയ്യണം. കിങ്ങിന് നേരെ H6 മൂവ് ചെയ്യാണ്. ഇപ്പൊ തുടർച്ചയായി ചെക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ വേറെ എന്തെങ്കിലും മേജിങ് പൊസിഷൻ ഉണ്ട്. D4, ഇത് ചെക്ക് മേറ്റ് അല്ല കേട്ടോ. ഈ D4 കളിച്ച് ചെക്ക് കൊടുക്കുമ്പോ ഈ പോൺ വെച്ച് കവർ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ G5 കളിച്ച് പോണിനെ കവർ ചെയ്യാം, ഈ ചെക്കിനെ കവർ ചെയ്യാം. അപ്പൊ ബ്ലാക്ക് വിചാരിക്കും അതോടെ എല്ലാം കഴിഞ്ഞു, സമാധാനമായി. പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ H4 കളിച്ച് ഈ പോൺ അറ്റാക്കാണ്. ഈ പോൺ എന്തായാലും വെട്ടാൻ പറ്റത്തില്ല, ഈ ചെക്കുള്ളതുകൊണ്ട്. ഇവിടെ കിങ് പൂ വെച്ച് കവർ ചെയ്യാൻ നോക്കിയാലും യാതൊരു പൂവില്ല. പോൺ ടെക്സ് പോൺ ചെക്കാണ്, വെട്ടാൻ പറ്റത്തില്ല, ക്യൂൻ അറ്റാക്കുമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്യൂ വെച്ച് കവർ ചെയ്യുന്നത് ഒട്ടും നല്ല മൂവല്ല. ഞാൻ ഉറപ്പായിട്ടും പറയും, ക്യൂ വെച്ച് കവർ ചെയ്യുന്നത് ഒട്ടും നല്ല മൂവല്ല. ഇപ്പൊ ഇവിടെ ബിഷപ്പ് വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ യാതൊന്നും പേടിക്കണ്ട. പോൺ ടെക്സ് പോൺ ചെക്ക്. ഇവിടെ ഇപ്പൊ എങ്ങോട്ട് മൂവ് ചെയ്യാം. പക്ഷെ ഇനി ഇവിടെ ഒരു ക്ലാസിക്കൽ ചെക്ക് മേറ്റ് ഉണ്ട്. ക്യൂൻ F7 ചെക്ക് മേറ്റ്. ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വെട്ടാൻ പറ്റത്തില്ല. കാരണം ബിഷപ്പ് ഇസ് സപ്പോർട്ടഡ്. അതുകൊണ്ട് ഇനി ചെക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, ഇത് ചെക്ക് മേറ്റ് ആണ്. അതുകൊണ്ട് ഇത് ചെക്ക് മേറ്റ് ആണ്. ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വിചാരിക്കും. പക്ഷെ റൂക്ക് ഉണ്ട്. കാരണം നമ്മൾ ഈ റൂക്കിന്റെ ഫയൽ ഓൾറെഡി നമ്മൾ ഈ പോണ വെട്ടി റൂക്കിന്റെ ഫയൽ മൊത്തം കംപ്ലീറ്റ് ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. അപ്പൊ ഈ ചെക്ക് മേറ്റ് ആണ്. ഈ തടയാൻ വേറെ എന്തെങ്കിലും മൂവ് ഉണ്ടോ നമുക്ക് നോക്കാം. ചെക്ക് മേറ്റ് തടയാൻ നൈറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിഷപ്പ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെക്ക് മേറ്റ് ആണ്, ഉറപ്പാണ്. ചെക്ക് മേറ്റ് ആണ്, ഉറപ്പാണ്. നമുക്ക് ഈ പൊസിഷൻ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇവിടെ ഈ ബിഷപ്പിനെ വെച്ച് കവർ ചെയ്യുന്നതിനേക്കാളും നല്ലത്, ഇപ്പൊ ഈ ബിഷപ്പിനെ വെച്ച് കവർ ചെയ്യുന്നതിനേക്കാൾ നല്ലത്
റിസൈൻ ചെയ്യാന്നുള്ള ഓപ്ഷൻ ആയിരുന്നു. കാരണം ഇവിടെ എന്തായാലും ചെക്ക്മേറ്റ് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ സമയത്ത് റിസൈൻ ചെയ്യുന്നതായിരുന്നു ഏറ്റവും നല്ല മൂവ്. ഏറ്റവും നല്ല ഏറ്റവും നല്ലൊരു മൂവ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പൊ എന്തായാലും നമ്മുടെ ചക്കി ഈ ട്രാപ്പ് പഠിച്ചിട്ടുണ്ട്. ഈ ട്രാപ്പ് ഒരു ബേസിക് ട്രാപ്പാണ്. ഈ ട്രാപ്പ് ഒരു ബേസിക് ട്രാപ്പാണ്. എന്തായാലും ബിഗിനേഴ്സിന് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുന്ന ട്രാപ്പാണ്. ടൂർണമെന്റിനൊക്കെ പോകുമ്പോൾ നമുക്ക് അപ്ലൈയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നൊരു സിമ്പിൾ ചെസ് ട്രാപ്പ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇപ്പൊ സൈനിങ് ഓഫ് ഫ്രം ജഹാൻ.